നമസ്കാരം. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നടക്കുന്നത് 500 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച വലിയൊരു യുദ്ധമാണെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുൻ റീജിയണൽ ഡയറക്ടർ KK മുഹമ്മദ് തുറന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ഒരു ആർക്കിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയോ പ്രസ്ഥാനമോ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യമോ അല്ല, മുന്നിലുള്ള തെളിവുകളാണ് അടിസ്ഥാനമാക്കേണ്ടത്. അയോധ്യയിലെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് പോയപ്പോഴെല്ലാം ഇക്കാര്യത്തിൽ ഹിന്ദു അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെന്നും എല്ലാ പേരെയും ഒരുമിപ്പിച്ചുകൊണ്ട് സുന്ദര ഭാരതം പടുത്തുയർത്താൻ കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്തായാലും കോടതിക്കകത്തും പുറത്തും വർഷങ്ങൾ നീണ്ട ഒരു പോരാട്ടം, രാജ്യം മുഴുവൻ ഇളക്കിമറിച്ച ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭം, രഥയാത്ര ഉൾപ്പെടെയുള്ള ചരിത്ര മുഹൂർത്തങ്ങൾ, അങ്ങനെ ശ്രീരാമൻ പിറന്ന മണ്ണിൽ ഒടുവിൽ രാമക്ഷേത്രം ഉയരുകയാണ്. ശ്രീരാമ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നു. ആ സുവർണ മുഹൂർത്തത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് അയോധ്യ അക്ഷരാർത്ഥത്തിൽ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് എല്ലാ രാമഭക്തർക്കും അക്ഷതം നൽകുന്നുണ്ട്. പലർക്കും ഇതിനോടകം അത് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്താണ് അക്ഷതം എന്ന് അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് ഈ അക്ഷതം? ഹിന്ദു മതത്തിൽ അക്ഷതത്തിനുള്ള പ്രാധാന്യം എന്താണ്? അക്ഷതം എന്നാൽ ക്ഷതം ഇല്ലാത്തത് അഥവാ പൊട്ടാത്തത് എന്നാണ് അർത്ഥം. ദേശവ്യത്യാസം അനുസരിച്ച് അക്ഷതം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ഏത് തരത്തിലുള്ള ധാന്യം കൊണ്ടും അക്ഷതം തയ്യാറാക്കാൻ സാധിക്കും. എന്നാൽ ഏത് ധാന്യമായാലും പൊട്ടാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന കാര്യം. പൊട്ടുകയോ പൊടിയുകയോ ചെയ്യാത്ത ധാന്യമാണ് അക്ഷതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സാധാരണ ഉണക്കലരിയും നെല്ലും 2:1 എന്ന അനുപാതത്തിൽ ചേർത്താണ് അക്ഷതം തയ്യാറാക്കുന്നത്. എന്നാൽ അരിക്ക് പകരമായി കടുകും എള്ളും ചേർത്ത അക്ഷതവും ഉപയോഗിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ നെല്ല് ഉപയോഗിക്കാറില്ല. ഉണക്കലരിക്ക് പകരം പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്താണ് അവർ ഉപയോഗിക്കുന്നത്. ഉത്തരേന്ത്യയിൽ കൂടുതൽ ലഭിക്കുന്ന ധാന്യമായ ഗോതമ്പാണ് അക്ഷതമായി ഉപയോഗിക്കാറുള്ളത്. ഗോതമ്പ് മണികളിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമോ ചേർത്ത് ഇത് ഉപയോഗിക്കും. പുഷ്പം ഇല്ലെങ്കിൽ അക്ഷതം കൊണ്ട് പൂജ പൂർത്തിയാക്കാം എന്ന ഒരു സങ്കല്പം കൂടിയുണ്ട്. അക്ഷതം ഒരേ സമയം തന്നെ ഭൂമി, ആകാശം എന്നീ തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ടാണിത്. കേരളത്തിലെ പൂജാ സമ്പ്രദായങ്ങളിൽ നെല്ലിനെ സ്വർണമായും അരിയെ വെള്ളിയായും സങ്കല്പിക്കാറുണ്ട്. വഴിപാട് അംശം പോലെ പാവനവും പരിശുദ്ധവുമായതിനാൽ പൂജ കഴിഞ്ഞ് തിരികെ ലഭിക്കുന്ന പുണ്യമാർന്ന അക്ഷതം പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് സങ്കല്പം. ഹിന്ദുക്കളുടെ മിക്ക പൂജകളിലും അനുഷ്ഠാനങ്ങളിലും അക്ഷതം ഉപയോഗിക്കാറുണ്ട്. ധവളമെന്നും ദിവ്യമെന്നും ശുഭമെന്നും അക്ഷതത്തെ വിശേഷിപ്പിക്കുന്നു. മഞ്ഞൾപ്പൊടിയും അക്ഷതവും ചേർത്ത് ദേവതകൾക്ക് അർച്ചനകൾ പോലും ചെയ്യാറുണ്ട്. വിവാഹങ്ങളിൽ വധൂവരന്മാരുടെ ശിരസിൽ അക്ഷതം തൂവി അനുഗ്രഹിക്കുന്ന ഒരു പതിവുമുണ്ട്.